സഖാവ് പിണറായി വിജയൻ്റെ ആ മുന്നറിയിപ്പ് അങ്ങേയറ്റം ഗൗരവമുള്ള ഒന്നാണ്. ഇടതുപക്ഷം ഭരണത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നേതാവ് പറയേണ്ട വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാക്ക്, ആശയം അതീവ പ്രാധാന്യമുള്ളതാണ്. അന്നും ഇന്നും അതിനെ മാനിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും. ആ മുന്നറിയിപ്പ് പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, പാളിച്ച പറ്റിയിട്ടുണ്ടോ? ആ ഒരു പരിശോധന വേണമെന്നേ പറഞ്ഞുള്ളൂ. നിങ്ങൾ പറയും പോലെ പൊലിപ്പിക്കേണ്ട ഒന്നുമില്ല. ആ തൊപ്പി ആർക്കെല്ലാം ചേരുമോ അവർക്കെല്ലാം അണിയാം. ഇതിനപ്പുറം ഒന്നും പറയാനില്ല. അവതാരങ്ങളെന്ന് ആ തൊപ്പി ആർക്കെല്ലാം ഇണങ്ങുമോ അവർക്കെല്ലാം ആ തൊപ്പി അണിയാം. ഒരു പേരോ വേറൊരു പേരോ വിഷയമല്ല. പിന്നൊന്നുമില്ലല്ലോ. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ എടുക്കേണ്ടതായിരുന്നു. ഒരു 10 വർഷക്കാലം ആ നിർജീവത അത് വലിയ തോതിൽ ഏതോ മീഡിയ കൊടുത്തത് ഞാൻ കാണാത്ത, ചിന്തിക്കാത്ത അർത്ഥത്തിലാണ്. ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സൃഷ്ടിയാണ്. ഞാൻ ഏറ്റവും നല്ല കാലം മുഴുവനും ഞാൻ അവിടെ ചിലവഴിച്ചവനാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു വികാരം, അതിൻ്റെ ആവേശം, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ ശരികൾ, അതിൻ്റെ പോരാട്ട വീര്യം, അതെല്ലാമാണ് എന്നെപ്പോലെ അനേകം പേരെ ഞങ്ങളാക്കി മാറ്റിയത്. ഒരു വാക്ക് പോലും അവർക്കെതിരെ പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ പുതിയ കാലത്ത്, ഈ AI കാലഘട്ടത്തിൽ വർഗീയ ഭ്രാന്തിൻ്റെ അഴിഞ്ഞാട്ടം സംഭവിക്കുമ്പോൾ ആശയങ്ങളുടെ രംഗത്തെല്ലാം അവർ പുതിയ തലമുറയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ AISFൻ്റെയും AIYFൻ്റെയും എല്ലാം പ്രവർത്തകനായിരുന്ന എനിക്ക് SFI അടക്കമുള്ള എല്ലാ വിദ്യാർത്ഥി സഹാക്കളോടും പറയാനുള്ളത് ഒരു കാര്യമാണ്: നമ്മൾ ജാഗ്രത പാലിക്കണം. അത് പാലിക്കാത്ത പക്ഷം നമുക്കിന്ന് ഏറ്റെടുക്കേണ്ട കടമകൾ ഏറ്റെടുക്കാനോ പൂർത്തിയാക്കാനോ കഴിയാത്ത അവസ്ഥ വരും. അത് ഒഴിവാക്കണമെന്ന ഒരു സഹോദരൻ്റെ, ഒരു ജ്യേഷ്ഠൻ്റെ വികാരമാണ്, സ്നേഹമാണ്. അവിടെ എനിക്ക് AISF SFI വേർതിരിവില്ല. AISF SFI എല്ലാം ഞാൻ കൂടി ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്നുള്ള അതേ ബോധ്യം, ആ തിരിച്ചറിവും ആ സ്നേഹവും ആ വാത്സല്യവും എനിക്കൊന്നുമുണ്ട്. ലീഗ് അടക്കം ന്യൂനപക്ഷങ്ങൾക്കൊപ്പം 65-ൽ നിന്നതുകൊണ്ട് CPM-ന് ഗുണമുണ്ടായി, CPIക്ക് തിരിച്ചടിയുണ്ടായി. 67 പക്ഷേ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം പുതിയ കാലത്തും ലീഗ് അടക്കമുള്ളവരെ ഒപ്പം നിർത്തണം എന്ന് തന്നെയാണ്. ലീഗ് എന്നൊരു പാർട്ടിയല്ലല്ലോ വിഷയം. ന്യൂനപക്ഷങ്ങളോടൊരു സമീപനം ഞങ്ങൾക്കുണ്ട്. ഇടതുപക്ഷം ന്യൂനപക്ഷങ്ങളുടെ ബന്ധുക്കളാണ്. ആ ബന്ധുത്വം ഇന്നേറെ ആവശ്യമാണ്. ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുവാനും ന്യൂനപക്ഷ അവകാശങ്ങളെ ഇല്ലാതാക്കാനും എല്ലാം ശ്രമിക്കുന്ന വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ ശക്തികൾ പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ, അതിനോട് പലപ്പോഴും കോൺഗ്രസ് പോലും സന്ധിക്കൊരുങ്ങുമ്പോൾ, ഇടതുപക്ഷത്തിൻ്റെ കടമ ന്യൂനപക്ഷങ്ങളെ സ്വന്തം ബന്ധുക്കളായി കണ്ടുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കലാണ്. അതിൽ മുസ്ലിം, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ ഒരുപോലെ പരിഗണിക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞല്ലേ. പിന്നെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹൈക്കോടതിയിലടക്കം UDF സർക്കാർ വന്നതിന് ശേഷം എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളിൽ ആളുകളെ വെക്കുന്നു, ആളുകളെ ഹൈക്കോടതി മാത്രമല്ലല്ലോ. ആദ്യം ഒരു അഡീഷണൽ PSനെ വെച്ചു. 3-ാം നാളിൽ അദ്ദേഹത്തെ മാറ്റി, അദ്ദേഹം മാറി. പിന്നെ ഒരു വലിയ വക്കീലിനെ വെച്ചു. ആ വെച്ച വക്കീലേതാ? ആ വെച്ച വക്കീൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മോദിയെ സ്തുതിക്കുന്ന ആൾ, സ്വന്തം പടവും BJP പ്രസിഡൻ്റ് പടവും ഒരുമിച്ച് എന്നും പോസ്റ്റ് ചെയ്യുന്ന ആൾ, BJP ആയ നാമ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആൾ, ആ ഒരാളെ തന്നെ വേണമോ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിന്? അത് മുഖ്യമന്ത്രിക്ക് തന്നെ. എൻ്റെ കണ്ടുപിടുത്തമല്ല, ഞാൻ കേട്ടത് ശ്രീ മുരളി പറഞ്ഞതാണ്. തീരുമാനിച്ചത് അദ്ദേഹമല്ല, ദേവസ്വം മന്ത്രിയല്ല, മുഖ്യമന്ത്രിയാണ് ഈ വിശിഷ്ടമായ വക്കീലിനെ കണ്ടെത്തിയ ആളെന്ന് ശ്രീ മുരളി പറയുകയാണ്. ആ ഒരാളല്ലാതെ വേറെ ആരെയും കണ്ടില്ലേ അവർ? ആ ആൾ ആരാണ്? ആ ആൾ BJPക്ക് ഏറ്റവും പ്രിയപ്പെട്ട കക്ഷിയാണ്. അതേ ആൾ തന്നെയാണ് ഹൈക്കോടതിയിൽ സ്വർണ്ണക്കൊള്ളക്കാർക്ക് വേണ്ടി, പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി കൊത്തുകോഴിയെ പോലെ കൊത്തിയ ആൾ. അതേ ആൾ തന്നെയാണ് എന്നും വൈകുന്നേരം എറണാകുളത്ത് മാധ്യമങ്ങളോട് വേറോടെ വാദിച്ച ആൾ. അപ്പോഴെല്ലാം എൻ്റെ കക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുകഴ്ത്തിയ ആൾ ഇതേ വക്കീലാണ്. ആ വക്കീൽ എങ്ങനെയാണ്
മുഖ്യമന്ത്രിക്ക് ഇത്രയും പ്രിയപ്പെട്ട വ്യക്തിയായി മാറുന്നത്? മുഖ്യമന്ത്രി ഏത് ഭാഗത്താണ്, ആരുടെ ഭാഗത്താണ്, അതെല്ലാം അറിയണം. അതുകൊണ്ട് മുഖ്യമന്ത്രി ഭാവിക്കുന്ന പല കാര്യങ്ങളും വെറും ഭാവന മാത്രമാണ്, സത്യമല്ല അത്. പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ തെക്കോട്ടും വാക്ക് വടക്കോട്ടും പോകുന്നു.